ഇപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞത് ഐ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ? ഐ ഐ ഇതിനകത്ത് ആരാ സ്പീക്ക് ചെയ്യുന്നേ? ഞാനാണ് അല്ലെ? ഞാനാണ്. അപ്പൊ പ്രധാനപ്പെട്ട ആള് ഈ പറയുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളാരാ? ഞാൻ അല്ലെ? ഐ ഞാനാണ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെ? പ്രവൃത്തി ചെയ്യുന്ന ആള്, ഇതിലെ പ്രധാനപ്പെട്ട ആള് എന്ന ഉള്ള രീതിയിൽ നമുക്ക് എന്തെന്ന് പറയാം? സബ്ജക്റ്റ് എന്ന് പറയാം. ഏതിനെ? ഐനെ. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ആണ് ഇതിലെ സബ്ജക്റ്റ്. ഐ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഞാൻ എന്താ ചെയ്യുന്നേ? ഇംഗ്ലീഷ് പറയുക എന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പറയുക എന്ന പ്രവൃത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഡു ചെയ്യുന്നത്, ചെയ്യുന്നത് അല്ലെ? ഇതിനകത്ത് പ്രവൃത്തി ഏതാ? ചെയ്യുക അല്ലെ? ചെയ്യുക. ഞാൻ ചെയ്യുക എന്നുള്ള ഈ പറയുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നു അല്ലെ? അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ. പ്രവൃത്തി ഏതാ? പറയുക. എന്താണ് ചെയ്യുന്നത്? എന്താണ് പറയുന്നത്? ഇംഗ്ലീഷ്. സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്, അത് എന്താണ് എന്ന് കാണിക്കുന്നതാണ്. എന്താണെന്ന് കാണിക്കുന്നതാണ്. അതിന് നമ്മളൊരു പേര് പറയും. എന്തായിരുന്നു? ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ്. ചെയ്യുന്ന പ്രവൃത്തി അതിന്റെ ഇടയ്ക്കുണ്ട് അല്ലെ? സബ്ജക്റ്റ് ഉണ്ട്, ചെയ്യുന്ന പ്രവൃത്തി ഉണ്ട്, ലാസ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അത്രയും വന്നാലാണ് കംപ്ലീറ്റ് സെന്റൻസ് ആവും. സബ്ജക്റ്റ് മനസ്സിലായോ? പ്രധാനപ്പെട്ട ആള്. അയാൾ എന്താണോ ചെയ്യുന്നത് അതാണ് വെർബ്. എന്താണ്? വെർബ്. അതെന്താന്ന് കാണിക്കുന്നതാണ് ഒബ്ജക്റ്റ്. ഞാൻ പറയുന്നു. എന്താ പറയുന്നേ? ഇംഗ്ലീഷ്. അതാണ് ഒബ്ജക്റ്റ്. ഓക്കെ? അപ്പോ ഞാൻ പറയുന്നു ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പറയുന്നു. ഈ പറയുക എന്ന പ്രവൃത്തി എന്ത് ചെയ്യണം? ഡു ചെയ്യണം. ഞാൻ ഡാൻസ് കളിക്കുന്നു. ഞാൻ ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്. അതെന്ത് ചെയ്യണം? ഡു ചെയ്യണ്ടേ? ചെയ്താലേ ഡാൻസ് ആവുള്ളൂ അല്ലേ? ഞാൻ എഴുതുന്നു. എഴുതുക എന്ന പ്രവൃത്തി ഡു ചെയ്യണം. ഈ പ്രവൃത്തിയെല്ലാം ചെയ്യണം. പ്രവൃത്തിയിലെല്ലാം ഉള്ളത്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഈ പ്രവൃത്തിക്കെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് ചെയ്യുക എന്നുള്ള കാര്യം അല്ലേ? ഞാൻ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞാല് പാടുക എന്ന പ്രവൃത്തി ഞാൻ ഡു ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ പാട്ട് കേൾക്കുന്നു. കേൾക്കുക എന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇത് എന്താ ഒളിഞ്ഞിരിക്കുന്നത്? സംസാരിക്കുക എന്നുള്ള കാര്യം ഇതില് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഡു ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? നോക്കുക. അപ്പോ ഇതെല്ലാം പോസിറ്റീവ് സെന്റൻസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുന്നു, ഞാൻ എടുക്കുന്നു, ഞാൻ കരയുന്നു, ഞാൻ ചിരിക്കുന്നു അല്ലേ? പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, ഇരിക്കുന്നില്ല, നിൽക്കുന്നില്ല, പോകുന്നില്ല, പാടുന്നില്ല, കരയുന്നില്ല, ഇല്ല 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 എന്ന് പറയില്ലേ? അങ്ങനെയുള്ള സെന്റൻസിനെ പറയുന്ന പേരാണ് നെഗറ്റീവ്. എന്താ? നെഗറ്റീവ്. ഇത് പോസിറ്റീവ് ആണ്. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു നെഗറ്റീവ് രൂപം എന്തായിരിക്കും? ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. അതെങ്ങനെയാ നമ്മൾ പറയുന്നേ? ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നുള്ളതിൽ ഒളിഞ്ഞിരിക്കുന്ന എന്താ? ഡു. ഈ സംസാരിക്കുക എന്നുള്ള പ്രവൃത്തി, ഡു എന്ന പ്രവൃത്തി ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ഡൂവിന്റെ കൂട്ടത്തിൽ ഒരു നോട്ട് ചേർത്താല് ഇത് നെഗറ്റീവായി. ഐ എന്നുള്ളത് ഐ തന്നെ. ഐ സ്പീക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡു സ്പീക്ക് എന്നാണ് അതിന്റെ അർത്ഥം. ഐ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇല്ല. ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് എന്ന് പറയാം. ഒരുമിച്ച് ഡോണ്ട് എന്ന് പറയാം. ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പൊ ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അതിന്റെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലായോ? പോസിറ്റീവ് എന്ന് പറഞ്ഞാല് ഞാൻ ചെയ്യുന്നു, ഞാൻ പാടുന്നു, ഞാൻ കളിക്കുന്നു അല്ലേ? ഞാൻ കേൾക്കുന്നു, ഞാൻ വണ്ടി ഓടിക്കുന്നു. അതെല്ലാം ചെയ്യുന്ന പ്രവൃത്തിയല്ല. എല്ലാം പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. എന്നാൽ ഞാൻ വണ്ടി ഓടിക്കുന്നില്ല, ഞാൻ കിടക്കുന്നില്ല, ഞാൻ ചിരിക്കുന്നില്ല, ഞാൻ മിണ്ടുന്നില്ല, ഇല്ല 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 എന്നുള്ള അർത്ഥം വരുന്നതാണ് നെഗറ്റീവ് സെന്റൻസ്. ഓക്കെ?
അപ്പൊ ഐ സ്പീക്ക്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ. എന്റെ നെഗറ്റീവ് എന്താ? ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല്, ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഐ ഡു, ഞാൻ ചെയ്യുവാണ് എന്ത്? സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പൊ ആ ഡു നമ്മൾ പറയുന്നില്ല, പക്ഷെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഡുവിന്റെ കൂട്ടത്തിൽ ഒരു നോട്ട് ചേർത്തു, ഐ ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ ഈ കഴിഞ്ഞ അടുത്തരാ വി. വി അല്ലേ? വി, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. എങ്ങനെ പറയാം? വി സ്പീക്ക് ഇംഗ്ലീഷ്. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? വി ഡു, അതിനകത്തൊരു ഡു ഉണ്ട്. വി ഡു സ്പീക്ക്, ഞങ്ങള് ഇംഗ്ലീഷ് സംസാരിക്കാവുന്ന പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഡു, പക്ഷെ നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല, അതിലൊരു ഡു ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ സംസാരിക്കുന്നില്ല നെഗറ്റീവ് സെന്റൻസ് ആക്കി നമ്മൾ പറയണമെങ്കിൽ വി ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ആണോ? വി ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. മനസ്സിലാവുന്നില്ല? വി ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. അടുത്ത ആളാരാ? യു. നീ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. പറ. യു സ്പീക്ക് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ്, യു സ്പീക്ക് ഇംഗ്ലീഷ്. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്താ? യു ഡു. യു ഡു, നിങ്ങൾ ചെയ്യുന്നു എന്തെന്ന്? ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യം. അപ്പോ ഡു നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ, അതിനകത്തെല്ലാം ഡു ഒളിഞ്ഞിരിക്കുന്നുണ്ട്. യു സ്പീക്ക് ഇംഗ്ലീഷ്. ഇത് പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്തായിരിക്കും? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. യു ഡു നോട്ട്, ഡു ആണ് ഒളിഞ്ഞിരിക്കുന്നത്. ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ യു ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? അല്ലേ? യു കഴിഞ്ഞ അടുത്താരാ? He speaks English. Okay. I speak English. I speak English. We speak English. You speak English. പക്ഷേ ഹി വന്നപ്പോ സ്പീക്കിന്റെ കൂടുതൽ രസം കൂടെ ഇട്ടു. ഹി വന്നപ്പോ സ്പീക്കിന്റെ കൂടുതൽ സ്പീക്ക് എന്നുള്ള സ്പീക്സ് ആയി ഇംഗ്ലീഷ്. ഓക്കെ അല്ലേ? നേരത്തെ നമ്മള് പറഞ്ഞു എന്താ? ഐന്റെ കൂട്ടത്തിലും ബിന്റെ കൂട്ടത്തിലും യുവിന്റെ കൂട്ടത്തിലൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ആ വെർബ് എഴുതിയാൽ മതി. പക്ഷെ ഹീയും ഷീയും ഒക്കെ അങ്ങനെ ഓരോ സിംഗിൾ ആയിട്ട് വരുന്ന ആൾക്കാരുടെ കൂട്ടത്തില് ഹീ എന്ന് പറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ, ഷീ എന്ന് പറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ, ഐ എന്ന് പറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ. പക്ഷെ ഐ ആ കൂട്ടത്തിൽ വരൂല. അതിന്റെ കൂട്ടത്തില് അതുപോലെ തന്നെ പ്രവൃത്തി എഴുതിയാൽ മതി. പക്ഷെ ഹീയും ഷീയും അതുപോലെ സിംഗിൾ ആയിട്ട് രാജൻ, രമ, ഷീജ, ഗോപു എന്നൊക്കെ പറയുമ്പോ സ്പീക്ക് പറഞ്ഞാൽ എന്ത് കൂടണം? യെസും കൂടെ അതിന്റെ കൂട്ടത്തില് വരും. ഓക്കെ, ഹി സ്പീക്സ് ഇംഗ്ലീഷ്. ഇത് പോസിറ്റീവ് സെന്റൻസ് അല്ലേ? അല്ലേ? അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പോ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? ഹി സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല് ഹി ഡസ്, ഇവിടെ ഡൂന് പകരം ഡസ് ആണ്. സ്പീക്സ് വന്നുകൊണ്ട് ഡസ് സ്പീക്ക് ഇംഗ്ലീഷ്. ഹി ഡസ്, അവൻ ചെയ്യുന്നു എന്ത്? എന്ത് പ്രവൃത്തി ചെയ്യുന്നേ? ഒളിഞ്ഞിരിക്കുന്ന എന്താ? ഡു ആണോ? സ്പീക്സ് ആയതുകൊണ്ട് ഡൂന് പകരം ഡസ് ആണ് അതിനകത്ത് ഉള്ളത്. ഡസ് ആണ് ഉള്ളത്. സ്പീക്ക് എന്ന് വന്നാല് ഡൂവും സ്പീക്സ് എന്ന് വന്നാല് ഡസ്സും ആണ് ഉള്ളത്. അപ്പൊ ഹി സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല് ഹി ഡസ് സ്പീക്ക് ഇംഗ്ലീഷ്. അവൻ ചെയ്യുന്നു എന്ത്? സ്പീക്ക് ഇംഗ്ലീഷ് എന്ന പ്രവൃത്തി അവൻ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് നമ്മൾ പറയണെങ്കിലോ ഹി ഡു നോട്ട് ആണോ ഡസ് നോട്ട് ആണോ? ഹി ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. മനസ്സിലാവുന്നില്ല? അടുത്തത് ഹി കഴിഞ്ഞ അടുത്താരാ? ഷീ. അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അങ്ങനെ പറയാം. ഹി ഷീ സ്പീക്ക് ആണോ സ്പീക്സ് ആണോ? ഷീ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അല്ലേ? ഒരാളെ ഉള്ളപ്പോ അതിന്റെ കൂട്ടത്തിൽ നമ്മള് രസം കൊടുത്തു. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. അതിലെന്താ ഒളിഞ്ഞിരിക്കുന്നേ? അവള് ചെയ്യുന്നു. ഷീ അവള് ചെയ്യുവാണ് എന്ത്? ഡസ്. ഷീ ഡസ് സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആക്കി പറയണെങ്കിലോ
She Do not. do not ആണോ speaks ആണ്. Does She not. does not Speak. speak English. English. അല്ലേ? ഇനി they ആവുമ്പോഴോ They do not. they speak English. They speaks English. Okay. they Speak. ആണോ speaks ആണോ? Speak. they speak. they എന്ന് പറഞ്ഞാൽ speak അല്ലേ വരുള്ളൂ. കാരണം എന്താ? അത് ഒന്ന് കൂടുതൽ. they speak. they എന്ന് പറഞ്ഞാൽ കുറെ പേരുണ്ട്. അതുകൊണ്ട് speaks എന്ന് വേണോ? ഒളിഞ്ഞിരിക്കുന്ന എന്താ സംഭവം? do ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതെങ്ങനെ പറയാൻ നെഗറ്റീവ് സെന്റൻസ്? they Do not. do not നോട്ട് ചെയ്യാത്ത പോരെ? do not speak English. English. ഓക്കെ അല്ലേ? മനസ്സിലായോ? നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി നിങ്ങൾ പറയണം. പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും പറയണം. സ്പീക്കിന് പകരം ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഞാൻ ഫസ്റ്റ് ആരാ കളിക്കുന്നത്? ഞാൻ. ഐ കളിക്കുക. പ്ലേ ക്രിക്കറ്റ്. ഐ പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. ആ പ്രവൃത്തി ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊരു ചെയ്യുന്നു എടുക്കുന്നു എന്നുള്ളത് അത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഐ പ്ലേ ക്രിക്കറ്റ്. അതിന്റെ നെഗറ്റീവ് എന്തായിരിക്കും? തിരിച്ചുള്ള അർത്ഥം എന്തായിരിക്കും? ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. എങ്ങനെ പറയും? ഐ പ്ലേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ ഒളിഞ്ഞിരിക്കുന്നത്? ഡു പ്ലേ എന്നാണ്. പ്ലേ എന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു എന്നല്ലേ? അല്ലേ? അപ്പൊ ആ ഡു നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതിനകത്ത് ഡു ഒഴിഞ്ഞ് അപ്പൊ അത് ചെയ്യുന്നില്ല എന്ന് പറയണമെങ്കിൽ ഈ ഡൂവിന്റെ കൂട്ടത്തില് ഒളിഞ്ഞിരിക്കുന്നതിനടുത്ത് അതിന്റെ കൂട്ടത്തിലൊരു ഇല്ല എന്ന് കൂടെ ഇട്ടാൽ നമുക്കത് നെഗറ്റീവ് ആക്കാം. ഐ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. ഓക്കെ അല്ലേ? ഇനി ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു. പറ. വി പ്ലേ ആണോ പ്ലേസ് ആണോ? വി പ്ലേ ക്രിക്കറ്റ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു. അതിന്റെ നെഗറ്റീവോ? വി ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. വെരി ഗുഡ്. അടുത്തത് ഞങ്ങൾ കഴിഞ്ഞാൽ അടുത്താലാ? നീ. നീ ക്രിക്കറ്റ് കളിക്കും. യു പ്ലേ ക്രിക്കറ്റ്. അതിന്റെ നെഗറ്റീവോ? യു ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. അവിടെയാണ് അതിന്റെ വ്യത്യാസം. അവൻ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അവൻ പ്ലേ ആണോ? പ്ലേക്ക് പകരം ഹി പ്ലേസ് രസം ഇട്ടു. എന്ത്? ക്രിക്കറ്റ്. ഓക്കെ. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്താ? പ്ലേസ് ആയതുകൊണ്ട്. പ്ലേ എന്നല്ല, പകരം പ്ലേസ് ആയതുകൊണ്ട് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഡസ് ആണ്. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് നമുക്ക് വെരി ഗുഡ്. He does not play cricket. അപ്പൊ ഷീ ആണെങ്കിലോ? അവള് ക്രിക്കറ്റ് കളിക്കുന്നു. ബബി പറയൂ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? കമോൺ പറയൂ. അവള് ക്രിക്കറ്റ് കളിക്കുന്നു. പെട്ടെന്ന്. അവൾ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. ഷീ പ്ലേസ് ക്രിക്കറ്റ്. അവള് ക്രിക്കറ്റ് കളിക്കുന്നില്ല. She does not play cricket. പ്ലേസ് എന്ന് പിന്നെ പറയോ? ഡസ് പറഞ്ഞാ പിന്നെ എസ് കൂട്ടി പറയണ്ട. She does not play cricket. അടുത്തത് അവര് ക്രിക്കറ്റ് കളിക്കുന്നു. അവര് ക്രിക്കറ്റ് കളിക്കുന്നില്ല. They do not play cricket. അല്ലേ? ഞാൻ പുൽപ്പള്ളിക്ക് പോകുന്നു. ഈ പോകുന്നു ഞാൻ എന്നുള്ളതിന് ഐതാന്ന് അറിയാം. പോകുക എന്നുള്ള വാക്കെന്താ? ഐ ഗോ. അല്ലേ? എങ്ങോട്ടാ? ടു പുൽപ്പള്ളി. ഞാൻ പുൽപ്പള്ളിക്ക്
ഒരു പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? പോകുന്നു, വരുന്നു, എടുക്കുന്നു, ചെയ്യുന്നു, ഇതെല്ലാം പോസിറ്റീവ് ആണ്. ഇല്ല ഇല്ല എന്നുള്ള അർത്ഥം വരുമ്പോഴാണ് എന്താവുന്നത്? നെഗറ്റീവ് ആകുന്നത് അല്ലേ? ഐ ഗോ ടു പുൽപ്പള്ളി അല്ലേ? അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്തായിരിക്കും? ഐ ഗോ ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഗോ എന്നുള്ള പ്രവൃത്തി എന്ത് ചെയ്യണം? ഡു ചെയ്യണം. ഡു ഇതിനകത്ത് ഉണ്ട് അല്ലേ? അത് ചെയ്യുന്നില്ല എന്ന് പറയണെങ്കിലോ ഐ ഡു നോട്ട്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഗോ ടു പുൽപ്പള്ളി അല്ലേ? ഞാൻ പുൽപ്പള്ളിക്ക് പോകുന്നില്ല. ഇനി ഞങ്ങൾ പുൽപ്പള്ളിക്ക് പോകുന്നു. വി ഗോ ടു പുൽപ്പള്ളി. ഞങ്ങൾ പുൽപ്പള്ളിക്ക് പോകുന്നില്ല. വി ഡു നോട്ട് ഗോ ടു പുൽപ്പള്ളി. നീ പുൽപ്പള്ളിക്ക് പോകുന്നു. യു ഗോ ടു പുൽപ്പള്ളി. നീ പുൽപ്പള്ളിക്ക് പോകുന്നില്ല. യു ഡു നോട്ട് ഗോ ടു പുൽപ്പള്ളി. ഇനി അവൻ പുൽപ്പള്ളിക്ക് പോകുന്നു. He goes to പുൽപ്പള്ളി. He goes to പുൽപ്പള്ളി. നോക്ക്, ബാക്കിയുള്ള എല്ലാം ഗോയിന്റെ കൂട്ടത്തിൽ നമ്മള് അല്ല, ബാക്കിയുള്ള ക്രിയന്റെ കൂട്ടത്തിൽ നമ്മൾ എസ് ആണ് ഇത്ര നേരം ചേർത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഗോ വന്നപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മള് ഗോസ് മാറ്റാൻ. ഓക്കെ, ഹി ഗോസ് ടു പുൽപ്പള്ളി. ഈ ഗോസ് എന്ന് വന്നത് കൊണ്ട് ഇതിനകത്ത് എന്താ ഒളിഞ്ഞിരിക്കുന്നത്? ഡു ആണോ ഡസ് ആണോ? ഡസ് ഒളിഞ്ഞിരിക്കുന്നത്. ഹി അവൻ ചെയ്യുന്നു. എന്താ ചെയ്യുന്നേ? പോകുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നു. ആ ചെയ്യുന്നു ഒളിഞ്ഞിരിക്കുന്നില്ലേ? ഹി ഡസ് ഗോ ടു പുൽപ്പള്ളി എന്നാണ് ശരിക്ക് ഉള്ളത്. പക്ഷെ നമ്മൾ പറയുമ്പോ ഹി ഗോസ് ടു പുൽപ്പള്ളി. അവൻ പുൽപ്പള്ളിക്ക് പോകുന്നില്ല. പറയാ, അവൻ പുൽപ്പള്ളിക്ക് പോകുന്നില്ല. He does not go to പുൽപ്പള്ളി. അവള് പുൽപ്പള്ളിക്ക് പോകുന്നു. ഇവര് പറ, ഷീ ഗോയാണോ? അവളെന്ന് പറഞ്ഞ ഒരാളെ ഉള്ളൂ. ഗോയാണോ? ഷീ ഗോസ് ടു. ശ്രദ്ധിക്കുക, നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അവള് പുൽപ്പള്ളിക്ക് പോകുന്നില്ല. She does not goes to പുൽപ്പള്ളി അല്ലേ? She does not go to പുൽപ്പള്ളി. വെരി ഗുഡ്. അടുത്ത അവര് പുൽപ്പള്ളിക്ക് പോകുന്നു. Does not go to ഓക്കെ അല്ലേ? ഇന്ന് ഇത്ര പോരെ? കത്തായ